രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ഇന്ന് UDF യോഗം ചേരും. രാവിലെ 11-ന് തിരുവനന്തപുരത്താണ് യോഗം. സോളാർ കേസിൽ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും. കെ ബാബുവിന്റെ രാജി സംബന്ധിച്ചും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇന്ന് UDF യോഗം ചേരുന്നത്. യോഗം മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചേക്കും. സോളാർ വിഷയമുയർത്തി നിയമസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാനുള്ള LDF നീക്കത്തെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. ഹൈക്കോടതി വിധിയും വിധിയിലെ വിജിലൻസ് കോടതിക്കെതിരായ പരാമർശങ്ങളുമാണ് ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള UDFന്റെ പ്രധാന ആയുധം. ആരോപണങ്ങൾ ഉന്നയിച്ച സരിതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തേക്കും. കെ ബാബുവിന്റെ രാജിക്കാര്യത്തിൽ ഇന്നത്തെ UDF യോഗം തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ബാബു രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും രാജി ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ബാബു മന്ത്രിസഭയിൽ തുടരാനാണ് സാധ്യത. അതേസമയം ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന A ഗ്രൂപ്പ് നിലപാടിനെ ഘടകകക്ഷികൾ എതിർത്തേക്കും. രാവിലെ 11-ന് ക്ലിഫ് ഹൗസിലാണ് UDF യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ കമ്മീഷൻ വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രിയുടെ 14 മണിക്കൂർ നീണ്ട മൊഴിയുടെ വൈരുദ്ധ്യങ്ങൾ സരിത കമ്മീഷനിൽ നൽകിയ മൊഴിയോടെ പുറത്തുവന്ന സാഹചര്യത്തിലാണിത്. സലിം രാജിന്റെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാതിരുന്നതിന് പിന്നിലും മുഖ്യമന്ത്രി തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ടീം സോളാറിനെയോ സരിതയോ തനിക്ക് പരിചയമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞിരുന്നത്. ഇത് തന്നെ കമ്മീഷൻ മൊഴിയെടുപ്പിലും മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ മൊഴിയുടെ 25-ാം പേജിലേക്ക് എത്തുമ്പോൾ സരിതയെ നേരത്തെ കണ്ടിരുന്നതായി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കേരള ഘടകം സെക്രട്ടറി അഡ്വക്കേറ്റ് B രാജേന്ദ്രൻ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു. 2012 ജൂലൈ മാസം 9-ാം തീയതി രാത്രിയിൽ മല്ലേലിൽ ശ്രീധരൻ നായർ എന്നെ വന്ന് കണ്ടു. ADGP ഹേമേന്ദ്രൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. അന്നേ ദിവസം ടെന്നി ജോപ്പനും അതോടൊപ്പം തന്നെ സരിതാ നായരും ശ്രീധരൻ നായരും സെക്രട്ടേറിയറ്റിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ കമ്മീഷൻ മുമ്പാകെ സമ്മതിച്ചു. അന്നേ ദിവസം ടീം സോളാറിൻ്റെ ഒരു ചെക്ക് 2 ലക്ഷം രൂപയുടെ എനിക്ക് കിട്ടി. ഇത് മാത്രം മതിയല്ലോ മുഖ്യമന്ത്രി കളവ് പറഞ്ഞ് തെളിയിക്കാൻ. സലിം രാജിന്റെ ടെലിഫോൺ രേഖകൾ പുറത്തു വന്നാൽ വെട്ടിലാകുമെന്നറിയാവുന്നതിനാൽ മുഖ്യമന്ത്രി തന്നെയാണ് AG വഴി ഈ നീക്കവും തടഞ്ഞത്. സലിം രാജിനെ വിസ്തരിച്ചപ്പോൾ ഞാൻ വളരെ കൃത്യമായി ചോദിച്ചു, ഈ ടെലിഫോൺ രേഖ പുറത്തു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടായിരുന്നില്ല? ഒരു വിരോധമില്ല. സലിം രാജിന് ആക്ഷേപമില്ലെങ്കിൽ പിന്നെ ആരാക്ഷേപം? ആ ഫോണിലൂടെ സംസാരിച്ച മുഖ്യമന്ത്രി സരിതയുമായി സംസാരിച്ച വിവരം വരും, ബിജു രാധാകൃഷ്ണനുമായി സംസാരിച്ച വിവരം വരും. തമ്പാനൂർ രവിയുടെ ഫോൺ കോൾ വിവരം പുറത്തു വന്നതോടെ സരിത പറയുന്നതാണ് ശരിയെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോളാർ അഴിമതി വിഷയം ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായുള്ള ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്ക് സംരക്ഷണം നൽകുന്ന ഹൈക്കമാൻഡ് നിലപാട് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചു. സോളാർ കുംഭകോണത്തിൽ CBI അന്വേഷണ ആവശ്യം കോടതിയെ സമീപിക്കുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ദില്ലിയിൽ വെച്ച് പണം കൈമാറിയെന്ന് സരിത വ്യക്തമാക്കിയതോടെ BJP അനുകൂല സംഘടന നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വ്യാപമഴിമതിയിൽ BJP മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും ലളിത് മോദി വിവാദത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കോൺഗ്രസ് സ്തംഭിപ്പിച്ചത്. എന്നാൽ കോടികളുടെ സോളാർ കുംഭകോണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. സ്വന്തം തട്ടകത്തിൽ അഴിമതിക്കാരനായ നേതാവിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് ഇരട്ടത്താപ്പ് പാർലമെന്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് BJP കേന്ദ്ര നേതൃത്വം. ഇതിന്റെ സൂചനകളും BJP നേതാക്കൾ നൽകി കഴിഞ്ഞു. At the moment, we are demanding the immediate resignation of the Chief Minister, of his whole cabinet. ചാന്ദിനി ചൗക്കിൽ തോമസ് കുരുവിളയ്ക്ക് പണം കൈമാറിയെന്ന് സരിത വെളിപ്പെടുത്തിയതോടെ കത്വാലി പോലീസ് സ്റ്റേഷനിൽ BJP അനുകൂല സംഘടനയായ നവോദയ പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സോളാർ അഴിമതിയിൽ CBI അന്വേഷണം എന്ന ആവശ്യം BJP നേതാവ് O രാജഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി CBIയുടെ നേതൃത്വത്തിലുള്ളൊരു അന്വേഷണം തന്നെ നടക്കണം. സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ CBI അന്വേഷണവുമായി കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിലടക്കം കോൺഗ്രസിനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധമായി സോളാർ വിഷയം ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. മനു ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഹൈക്കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് നിയമപരമായ ഒരു പിടിവള്ളിയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മേൽ ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സോണിയാഗാന്ധി കേരള നേതാക്കളെ പ്രത്യേകം കണ്ട് ചർച്ച നടത്തുന്നത് തുടരുന്നു. ആദർശ് കുംഭകോണത്തിൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചൗഹാൻ രാജി സമർപ്പിച്ച കാര്യം ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനോട് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രതലത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രിമാർക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന അഴിമതി ആരോപണങ്ങളും പോരാട്ടങ്ങളും തകർത്തു കളയുന്നതാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്നാണ് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വ്യാപം കേസിൽ ആരോപണ വിധേയനായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാജിവെക്കണമെന്ന് പാർട്ടിക്ക് അവകാശപ്പെടാനാകില്ലെന്ന് ഐ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. കൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ രാജിവെച്ച കാര്യവും അവർ അറിയിക്കുന്നുണ്ട്. ആദർശ് കുംഭകോണ കേസിൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ പാർട്ടി മുഖ്യമന്ത്രി അശോക് ചവാന്റെ രാജി എഴുതി വാങ്ങി. ഇതേ നിലപാട് ഉമ്മൻചാണ്ടിയോടും സ്വീകരിച്ചില്ലെങ്കിൽ കേന്ദ്രതലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നാമാവശേഷമാകും. പ്രശ്നം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി കേരള നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തുകയാണ്. KV തോമസ് MPയും സോണിയാഗാന്ധിയെ കണ്ട് വിഷയം അവതരിപ്പിച്ചു. ശരി, കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടി 14 മണിക്കൂർ ഒരു കമ്മീഷന് മുമ്പിൽ നിന്ന് ഉമ്മൻചാണ്ടിയാണ്. അതേസമയം ഉമ്മൻചാണ്ടിക്കെതിരെ വിധി പുറപ്പെടുവിച്ച വിജിലൻസ് ജഡ്ജിയെ അധിക്ഷേപിച്ച പാർട്ടി നടപടികൾ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാൻ കാരണമാകുമെന്നാണ് ഹൈക്കമാൻഡ് നിരീക്ഷണം. That Indian National Congress does not believe that judgments of court should be subject matter of any agitational activity. If out of some enthusiasm, some youth congress or NSUI friends have done it, we will advise them accordingly. ഐ ഗ്രൂപ്പും VM സുധീര വിഭാഗവും ഉമ്മൻചാണ്ടിക്കെതിരെ പോരാട്ടവുമായി നിൽക്കുന്നതും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ നിന്നും ഉമ്മൻചാണ്ടിക്കെതിരായ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാവുകയാണ്. കേരള നേതാക്കളെ പ്രത്യേകം വിളിച്ച് നിലപാടറിയുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധി ചെയ്യുന്നത്. ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. സർവീസ് കാലാവധി അവസാനിക്കാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് വിരമിക്കാൻ തീരുമാനമെടുത്തത്. മെയ് 31-ന് വിരമിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് SS വാസൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയത്. മന്ത്രിയായി തുടരാൻ K. ബാബുവിന് മേൽ സമ്മർദ്ദമേറുന്നു. ബാബു മന്ത്രിയായില്ലെങ്കിൽ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്ന തിരിച്ചറിവിലാണ് ബാബുവിനുമേൽ മുഖ്യമന്ത്രിയും ആര്യാടനും സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച താൻ ഇനി മന്ത്രിയാവുന്നില്ലെന്നാണ് ബാബുവിന്റെ നിലപാട്. വിജിലൻസ് കോടതി വിധി സ്റ്റേ ചെയ്ത വാർത്ത പുറത്തുവന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലാണ് K. ബാബുവിനെ തടഞ്ഞുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് രംഗത്ത് വന്നത്. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച K. ബാബു മന്ത്രിയായി തുടരുമോ എന്ന ചോദ്യത്തിന് K. ബാബു നൽകിയ മറുപടി തുടരില്ല എന്നായിരുന്നു. എന്നാൽ K. ബാബു ഇപ്പോഴും മന്ത്രിയാണെന്നും ഇനിയും മന്ത്രിയായി തുടരുമെന്നാണ് ആര്യാടൻ മുഹമ്മദ് K. ബാബുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞത്. ബാബുവിനേക്കാളും മുമ്പ് ഞാൻ മന്ത്രിയായല്ല. ബാബു സാങ്കേതികമായി ഇപ്പോൾ മന്ത്രിയാണ്. ബാബു സ്വയമായ ബാബുവിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് മുഖ്യമന്ത്രി ഉണ്ടാക്കി അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പാർലമെന്ററി ബോർഡിൽ ആലോചിച്ചു. K. ബാബുവിന്റെ രാജി മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയാൽ മുഖ്യമന്ത്രിക്കും ആര്യാടനും മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ബാബുവിനെ വീണ്ടും മന്ത്രിയാക്കാൻ ഇരുവരും സമ്മർദ്ദം നടത്തുന്നത്. എന്നാൽ K. ബാബുവിന് മന്ത്രിയായി തുടരാൻ താല്പര്യമില്ല എന്നാണ് ബാബുവിനോട് അടുപ്പം പുലർത്തുന്നവർ പറയുന്നത്. എന്നാൽ ബാബു രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുമെന്ന കാരണത്താൽ ഇരുവരും ബാബുവിനുമേൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭത്തിലേക്ക്. നയപ്രഖ്യാപന പ്രസംഗം നടത്തരുതെന്നാവശ്യപ്പെട്ട് LDF ഗവർണറെ കാണും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ K. ബാബുവിൻ്റെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും പരിപാടികൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. സാധാരണക്കാരനായ അന്വേഷണം നേരിടാനുള്ള ആർജവം മുഖ്യമന്ത്രിക്ക് ഇല്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യം നൽകിയ മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം നടക്കില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ സുഗമമായ ഭരണം നടത്താമെന്ന വ്യാമോഹം സർക്കാരിന് വേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സാധാരണ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് നടക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു.
അക്കാര്യത്തിൽ രണ്ടഭിപ്രായം ഇവിടെയില്ല. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തരുതെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ ഗവർണറെ കാണാൻ തീരുമാനിച്ചു. ബജറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമായ ഫെബ്രുവരി 5-ന് LDFന്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തും. ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കരുതെന്നും LDF ആവശ്യപ്പെട്ടു. ധാർമ്മികതയല്ല പ്രശ്നം, മനസാക്ഷി. ഇന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ വാദമുഖം ഉന്നയിക്കുകയാണ്. ഇത് പൊതുരാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മാത്രമല്ല, എവിടെയും അതിനെതിരായ ഒരു സമീപനമാണ് പറഞ്ഞത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിനുമായ ഫെബ്രുവരി 12-ന് പഞ്ചായത്ത് തലത്തിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിൽ തീരുമാനമായി. സർക്കാരിനെ അട്ടിമറിക്കാൻ CPM 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നത് പച്ചക്കള്ളമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹീനമാർഗങ്ങളിലൂടെ ഭരണമാറ്റം വേണ്ടെന്ന നിലപാടാണ് CPMനുള്ളതെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ലെന്നും സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കതിരൂർ മനോജ് വധക്കേസിൽ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. CBI അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപ് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് അയക്കുകയും UAPA നിയമമടക്കം ചേർത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിലുമാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജയരാജൻ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി CBI തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജയരാജൻ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ TN ഗോപകുമാർ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 3:50-ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫാണ് ഗോപകുമാർ. പീപ്പിൾ TVയുടെ ആദരാഞ്ജലികൾ. ഇപ്പോൾ കൈരളി ന്യൂസ് ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നമ്മോടൊപ്പം ചേരുന്നു. ബ്രിട്ടാസ്, എങ്ങനെ അനുസ്മരിക്കുന്നു TN ഗോപകുമാറിനെ? ഗോപനുമായിട്ട് ഒരു 2.5 പതിറ്റാണ്ടിലേറെ ആഴത്തിലുള്ളൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. ഈ വാർത്ത സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഞാനും ഗോപനൊക്കെ മാധ്യമപ്രവർത്തകരായിരിക്കുന്ന സമയം മുതലുള്ള ഒരു ബന്ധമാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ നന്നായി പരിചയപ്പെടാനും അനുഭവിച്ചറിയാനും ഭാഗ്യം സിദ്ധിച്ച ഒരു അപൂർവ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഗോപൻ. പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് പലതരത്തിലുള്ള കാറ്റുവീഴ്ചകൾ ഉണ്ടാവുമെങ്കിൽ പോലും അത്തരത്തിലുള്ള ദുഷിപ്പുകൾക്കൊന്നും വിധേയനാകാതെ സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് രാഷ്ട്രീയ സാമൂഹ്യ സംഭവവാസങ്ങളെ നോക്കിക്കാണാനുള്ള ഒരു ആർജവം ഗോപൻ എപ്പോഴും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ കുറിച്ച് പൊതുവെയുള്ള ഒരു പരാതി അവർക്ക് സർഗാത്മകത തീരെയില്ല എന്നുള്ളതാണ്. അതിനൊരു അപവാദമായിരുന്നു ഗോപൻ. വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഗോപന്റെ. മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സർഗാത്മക ശാഖകളിൽ ഏർപ്പെടുന്ന ഒരു രീതി, സിനിമയാകട്ടെ, സാഹിത്യമാകട്ടെ, ലേഖനം എഴുത്താകട്ടെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റീവ് മേഖലകളിൽ വ്യവഹരിക്കാനുള്ള ഒരു ആർജവും താല്പര്യവും ഗോപനുണ്ടായിരുന്നു. അത് മാത്രമല്ല, കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ഭൂമിയെ നന്നായിട്ട് അറിയാനുള്ള ഒരു ചാതുര്യം. ഒരു 3.5 പതിറ്റാണ്ടിലേറെയായിട്ട് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തന ലോകത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാൽവെപ്പ് നടത്തിയിട്ടുള്ള ഗോപന്റെ നിയോഗം എന്തുകൊണ്ടും മലയാള മാധ്യമ ലോകത്തിന് ഒരു നഷ്ടമാണെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. മലയാളത്തിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ തുടക്കം മുതൽ ആ പ്രേക്ഷകർക്ക് സുപരിചിതമായൊരു മുഖം, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി. ആ പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ അത്രമേൽ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. വാർത്തകളുടെ പ്രതിവാര അവലോകനത്തിന് അപ്പുറത്ത് ദൈനംദിന വാർത്തകളിൽ ഇടം പിടിക്കാത്ത നിരവധി സംഭവങ്ങളും വ്യക്തി ദുരിതങ്ങളും തുറന്നു കാട്ടപ്പെട്ട ഒരു പരിപാടി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്നുള്ള പരിപാടി ഒരുപാട് ആൾക്കാർ അനുകരിച്ചൊരു പരിപാടിയാണ്. അത് യഥാർത്ഥത്തിൽ ആ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം ഗോപന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. അതായത് ഒരു പ്രത്യേക സംഭവത്തെ
ഗോപൻ എങ്ങനെയാണ് ഗോപന്റേതായിട്ടുള്ള ശബ്ദവിന്യാസ വികാര ചാലിലൂടെ അതിനെ കടത്തിവിടുന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ പ്രാന്തീകരിക്കപ്പെട്ട അല്ല അരികുവൽക്കരിക്കപ്പെട്ട വ്യക്തികളെയും അതുപോലെ പ്രസ്ഥാനങ്ങളെയും ആ പരിപാടിയുടെ അതിർത്തിക്കുള്ളിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഗോപന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു ഐഡന്റിറ്റിയാണ്. എപ്പോഴും ഒരു മാധ്യമപ്രവർത്തകന് വേണ്ട അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ അനിവാര്യമായ ഒരു ഘടകം ആ വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റിയാണ്. എന്താണ് അദ്ദേഹം സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന പരിപാടിക്ക് അദ്ദേഹം ചാർത്തുന്ന കയ്യൊപ്പ് എന്താണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ വളരെ വിജയം വരിച്ച ഒരാളായിരുന്നു ഗോപൻ. ഞാൻ ഗോപനെ കുറിച്ച് പറയുമ്പോൾ ഗോപനെ ഒരു പ്രിന്റ് മീഡിയ ജേർണലിസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, മാതൃഭൂമിയുടെ ഡൽഹി ലേഖനായി കണ്ടിട്ടുണ്ട്, പിന്നീട് ഹൈദരാബാദ് നടക്കുന്ന ന്യൂസ് ടൈമിന്റെ മാധ്യമപ്രവർത്തകനായി കണ്ടിട്ടുണ്ട്, പിന്നീട് 1-2 ദേശീയ പ്രസിദ്ധീകരണങ്ങളിലെ ലേഖനായി കണ്ടിട്ടുണ്ട്, പിന്നീട് ഇന്ത്യ ടുഡേയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും ഗോപനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രത്തോളം ദീർഘകാലത്തെ ഒരു ബന്ധം എനിക്ക് ഗോപനുമായിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഏത് മേഖലയിൽ ഗോപൻ പ്രവർത്തിച്ചാലും ആ മേഖലയിലൊക്കെ തന്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്താനുള്ള ഒരു ചാതുര്യം അല്ലെങ്കിൽ അതിനുള്ള കഴിവ്, പ്രാഗൽഭ്യം ഗോപന് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ ഗോപനുമായിട്ടുള്ള എന്റെ ദിനങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ അനുസ്മരിക്കുമായിരുന്നു. ഞാനൊക്കെ ഒരു ബാച്ചിലറായി ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ താമസ സ്ഥലത്ത് വന്ന് സായങ്കാലങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് ഗോപന്റെ ഒരു പ്രത്യേകതയായിരുന്നു. സൗഹൃദത്തെ സൂക്ഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു മനസ്സ് അത് പലർക്കും ഉണ്ടാവില്ല. പലരും പല ഘട്ടങ്ങളിൽ നിന്ന് വേറെ ഘട്ടങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രയാണം ചെയ്യുമ്പോൾ പല കാര്യങ്ങളെ മറന്നുപോകുന്നൊരു സംഭവമുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അപവാദമായിരുന്നു ഗോപൻ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യൊപ്പ് ചാർത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ മാധ്യമ ലോകത്ത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. ആ കാര്യത്തിൽ ഗോപൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു. ഗോപന്റെ പരിപാടി, അതുപോലെ ഗോപന്റെ അവതരണം, ആ അവതരണ ശൈലി, അതിന്റെ ശബ്ദവിന്യാസങ്ങൾ എല്ലാം അത് എനിക്ക് തോന്നുന്നു ഒരു ഗോപന്റെ പരിപ്രേക്ഷ്യത്തിന്റെ ഒരു 2-3% മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഒരു ന്യൂസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കാണിച്ച ഒരു ഫെയർനെസ്, ഓരോ സംഭവത്തോടും കാണിച്ച ഒരു ഫെയർനെസ്, ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിം പ്ലാനിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ള രീതിക്ക് വിരുദ്ധമായിട്ട് അങ്ങനെ സ്വന്തമായിട്ടൊരു ഹിഡൻ അജണ്ട അല്ലെങ്കിൽ രഹസ്യമായ ഒരു അജണ്ടയൊന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത വളരെ നിർമ്മലമായ രീതിയിൽ മാധ്യമപ്രവർത്തനത്തെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി. അത് മാധ്യമപ്രവർത്തനത്തെ മാത്രമല്ല, അദ്ദേഹം വിവരിച്ച എല്ലാ മേഖലയിലും ആ ഒരു സർഗാത്മകതയുടെ ഒരു ചാർട്ട് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതാണ് ഗോപന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. വളരെയധികം നന്ദി ബ്രിട്ടാസ്. ഈ അവസരത്തിൽ TN ഗോപകുമാറുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫുമായ TN ഗോപകുമാർ അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫുമായ TN ഗോപകുമാർ അന്തരിച്ചു. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുന്നു. NBC ഒരു വളരെയധികം നല്ല സൗഹൃദങ്ങൾ കാത്തുവച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗോപകുമാർ എന്ന് പറയുന്നത്. താങ്കൾ വളരെയധികം നാളുകൾ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായിട്ടുണ്ട്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തോടുള്ള ബന്ധങ്ങൾ? ആനന്ദ്, അദ്ദേഹം വളരെയധികം സൗഹൃദങ്ങൾ ആളുകളുമായി കാത്തുവച്ചിരുന്ന വ്യക്തി എന്ന നിരീക്ഷണം വളരെ വളരെ ശരിയാണ്. ഊഷ്മളവും ഗാഠവുമായ സൗഹൃദം ഒരുപാട് പേരുമായി, മാധ്യമപ്രവർത്തകർ മാത്രമല്ല മറ്റൊരുപാട് പേരുമായി പുലർത്തിയ ഒരാളാണ്. മുതിർന്ന തലമുറയിൽ മാത്രമല്ല താഴ്ന്ന തലമുറയിലും അദ്ദേഹത്തിന് ഗാഠ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്, അദ്ദേഹം ഇല്ലാതാകുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹം നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്, നമ്മുടെ ആശയ മണ്ഡലത്തിന് എന്ത് സംഭാവന നൽകി എന്നത് കൂടി അതോടൊപ്പം നല്ലൊരു വ്യക്തിയുടെ തിരോധാനം സംഭവിക്കുന്നു സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് എന്നതിനോടൊപ്പം നല്ലൊരു മാധ്യമപ്രവർത്തക മാതൃകയുടെ അസ്തമയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണിത്. അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ ഒരു ഇളയ തലമുറക്കാരൻ എന്ന നിലയ്ക്ക് ഒരു പതിറ്റാണ്ടോളം അദ്ദേഹത്തിന്റെ നിറഞ്ഞ മാധ്യമപ്രവർത്തനം കണ്ടു നിന്നതിന് ശേഷമാണ് വീണ്ടും ഒരു പതിറ്റാണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു പതിറ്റാണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കണ്ടുനിന്നു. അദ്ദേഹം എന്നും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു എന്നാണ്
നമുക്ക് വിലയിരുത്തേണ്ടത്. ചരിത്രബോധത്തോടെയും സാംസ്കാരിക ബോധത്തോടെയും കൂടി സംഭവങ്ങളിൽ ഇടപെട്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്നാണ്. ഒപ്പം തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യം, മലയാളത്തിലെ ടെലിവിഷൻ പിച്ചവെക്കുമ്പോൾ ആ ടെലിവിഷന് സംസ്കാരവും അതുപോലെ തന്നെ വ്യാകരണവും നൽകിയ ഒരു ഗുരുതുല്യനായ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുകൂടി അദ്ദേഹത്തിന് വിലയിരുത്തണം. അദ്ദേഹം ഏഷ്യാനെറ്റിൽ കണ്ണാടി എന്ന പരിപാടി ആരംഭിക്കുമ്പോൾ മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമ പ്രവർത്തനം ഉണ്ടായി വരികയായിരുന്നു. കണ്ണാടി എന്ന അദ്ദേഹത്തിന്റെ പരിപാടിയാണ് മലയാളത്തിലെ മാധ്യമത്തിന് ശീലവും ഭാവവും രൂപവും ഒക്കെ പകർന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വേദനയോടുകൂടി വിലയിരുത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഏത് റിപ്പോർട്ടുകൾ തനിക്ക് കിട്ടിയാലും തന്റേതായിട്ടുള്ള ഒരു രീതിയിൽ മാറ്റി അതിന് പുതിയ മാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് കണ്ണാടിയിൽ അവതരിപ്പിച്ചത് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യാകരണം പകർത്തുക മാത്രമല്ല, മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമ പ്രവർത്തനത്തിന് മനുഷ്യാവകാശത്തിന്റെയും ചരിത്രബോധത്തിന്റെയും പതാകകൾ കൂടി കയ്യിലെടുത്തു കൊടുത്ത ഒരു ഗുരുസ്ഥാനീയനാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആനന്ദു, ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. 982 എപ്പിസോഡ് ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് മലയാളത്തിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിലെ എഴുത്തുകാരനെ എങ്ങനെ വിലയിരുത്തും? അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ അദ്ദേഹം അച്ചടി മാധ്യമത്തിലും ടെലിവിഷൻ മാധ്യമത്തിലും പുലർത്തിയ അതേ മൂല്യങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കോളങ്ങൾ നമുക്കറിയാം. സമകാല സംഭവങ്ങളെ, അപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾക്ക് രാഷ്ട്രീയവും സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു കണ്ണിലൂടെ നോക്കിക്കണ്ട് വിലയിരുത്തി വ്യാഖ്യാനിക്കുന്ന കുറിപ്പുകളായിരുന്നു അവയൊക്കെയും എന്ന് നമുക്ക് ഇപ്പോൾ ഓർക്കാം. ഒപ്പം തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലും ഇതുണ്ട്. തന്റെ പ്രാദേശിക ചരിത്രം, പ്രാദേശിക സംസ്കാരം, ശുചീന്ദ്രൻ രേഖകൾ പോലുള്ള പ്രാദേശിക സംസ്കാരം ഒക്കെ അനന്തര തലമുറകൾക്ക് വേണ്ടി ഈടുവയ്പ്പുകളാക്കി മാറ്റിയ കാഴ്ച തെളിമയുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. വളരെയധികം നന്ദി എന്നുകൂടി പറയാം ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ TN ഗോപകുമാർ അന്തരിച്ചു. 58 വയസ്സായിരുന്നു.